ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പോയ ആഴ്ച ദേശാഭിമാനിക്കെതിരെ പറഞ്ഞ പെരുന്നുണ അതിനെ സംബന്ധിച്ച് ചോദ്യം വന്നപ്പോൾ മുൻപ് മാതൃഭൂമിയിലും അതിനോടൊപ്പം തന്നെ എക്കണോമിക്സ് ടൈംസിലും വന്ന വാർത്ത അത് ദേശാഭിമാനിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തു എന്ന കാര്യത്തെക്കുറിച്ച് ലേഖകൻ ചോദിക്കുമ്പോൾ ആദ്യം ആ ചോദ്യത്തെ ഡിഫൈൻ ചെയ്യുന്ന ഒരു രീതി നോക്കണം. അതായത് ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനിടയിൽ കയറി ചെറിയ ചെറിയ കമന്റ് അടിച്ച് ചോദ്യത്തെ ബ്രേക്കപ്പ് ചെയ്യും. അതിനുശേഷം മറുപടി പറയാൻ തുടങ്ങുമ്പോൾ തിരിച്ചു ചോദിച്ചാൽ ഉടനടി ഞാൻ സംസാരിക്കുമ്പോൾ മര്യാദ കാണിക്കണം, ഇടയ്ക്ക് കയറി ചോദിക്കരുത്. എന്നാൽ ചോദ്യം ചോദിക്കുമ്പോൾ ഇതേ പ്രവൃത്തി സതീശൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ന മേനോൻ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ ഇടയ്ക്ക് ഇടപെടരുത്. എന്നിട്ട് ചോദ്യം ചോദിച്ച ആൾക്കെതിരെ ഒരു പരിഹാസം കലർന്ന മറുപടി പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിന് അവസരം കൊടുക്കാതെ എസ്കേപ്പ് ആവുന്നത് എങ്ങനെയെന്ന് നോക്കിയേ. അതായത് അടിമക്കണ്ണന്മാരായിട്ടുള്ള ചിലവന്മാരെ മാപ്രാക്കോലും കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ പെടുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ അവരെ പരിഹസിച്ചിട്ട് നേരെ ചോദിക്ക് എന്ന് ആക്ഷൻ കാണിച്ച് എസ്കേപ്പ് ആവുന്ന ആ മേനോന്റെ PR തന്ത്രം നോക്കി. അല്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല, ദേശാഭിമാനി എഴുതിയ വാർത്ത എന്താണ്? എന്നെ കൊണ്ട് ഒന്നും കൂടി പറയിപ്പിക്കണമല്ലോ. അല്ല, നിങ്ങൾ പറയാ, അതല്ലേ ചോദിച്ചത്? അതേ ചോദ്യമല്ലേ ഇപ്പൊ ചോദിച്ചത്? വീണ്ടും അത് തന്നെ ചോദിക്കുകയാണ്. ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താ? MSc വരുന്നു വിദേശ നിക്ഷേപവുമായി. LDF സർക്കാരിന്റെ ദീർഘവീക്ഷണം. എന്നിട്ട് പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. പ്ലീസ്, 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. പ്ലീസ്, ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കുന്നതിനിടയിൽ ഇടപെടാൻ പാടില്ല. മറുപടി കേക്ക്. എന്നിട്ട് 13,000 കോടി രൂപ വരുന്നു. ഈ MScയുടെ നിക്ഷേപം പിണറായി സർക്കാരിൻ്റെ ദീർഘവീക്ഷണം എന്ന് വാർത്ത കൊടുത്തിട്ട് അതേ പിണറായി വിജയൻ വന്ന് ഞാനുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് MSc വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇനിയില്ല. ഇതാണ് റിയൽ മേനോന്റെ അഭിനയം അല്ലെങ്കിൽ നാടകങ്ങൾ. ഇന്നലകളിൽ പറഞ്ഞ പെരുന്നുണ. ദേശാഭിമാനിയാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ആദ്യമായി MSc വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞ പെരുന്നുണ. ആ വാർത്ത ആദ്യം കൊടുത്തത് എക്കണോമിക് ടൈംസും പിന്നാലെ മാതൃഭൂമിയാണെന്ന് തെളിഞ്ഞപ്പോൾ അത് താൻ പറഞ്ഞ പെരുന്നുണയല്ലേ എന്ന് പറയുന്നതിന് പകരം ആ വാർത്തയുടെ ഒരു കണ്ടന്റ് എടുത്തതിന് ശേഷം എന്താ ദേശാഭിമാനി കൊടുത്ത വാർത്ത, അങ്ങനെയല്ലല്ലോ അന്ന് പറഞ്ഞത്. ആദ്യം വാർത്ത കൊടുത്തത് കേരളത്തിൽ ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാതെ മറ്റെന്തെങ്കിലും പറഞ്ഞൊരു പരിഹാസം ഇറക്കിയിട്ട് അടിമക്കണ്ണന്മാരായിട്ടുള്ള മാപ്രകളുടെ ചോദ്യത്തിലേക്ക് ഓടി ഒളിക്കുന്ന മേനോന്റെ ഈ നമ്പറുകൾ നാട്ടുകാർ കണ്ടിരിക്കണം. ഇതാണ് നിങ്ങൾ പറയുന്ന വീരശൂര പരാക്രമി. നേരിട്ട് 4 ചോദ്യം കിട്ടാമെങ്കിൽ അവിടെ ബബ്ബബ്ബ അടിച്ചിരിക്കും. ഞാൻ ചോദിക്കുമ്പോൾ ഇടയിൽ കയറാൻ പാടില്ല. ഒരു പത്രസമ്മേളനമാകുമ്പോൾ റേഡിയോ അല്ല. ചോദ്യം ചോദിക്കും, അതിൽ കള്ളം പറഞ്ഞാൽ ഇടയ്ക്ക് കയറി അതിനെ ക്രോസ് ചെയ്ത് ചോദിക്കുമെന്നേ. അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയാൻ വെച്ചിരിക്കുന്ന കള്ളങ്ങൾ പൊളിയും. പിന്നീട് എനിക്ക് ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റില്ല. അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെ ഒന്ന് പരിഹസിക്കുക, അടുത്തിടത്തേക്ക് ഓടി മാറുക. ഒന്നുകൂടി നോക്കിക്കോളൂ.